ഒരുപാട് വാഹനങ്ങൾക്ക് ആക്സസറീസ് ഫിറ്റ്മെന്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. പല വാഹനം മികച്ച രീതിയിൽ അപ്ഗ്രേഡ് ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഒരു പാഷനായിട്ടും നമ്മുടെ ഒരു ഇൻഡസ്ട്രി ഏരിയ ആയിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന പല കാര്യങ്ങളും. ഒപ്പം പല പുതിയ വാഹനങ്ങളും മാർക്കറ്റിൽ ഇറങ്ങിയ ഉടൻ തന്നെ ഷോറൂമിലെല്ലാം തന്നെ ബ്രാൻഡ് ന്യൂ വാഹനം നമ്മൾ എത്താറുമുണ്ട്. അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ നമുക്ക് യൂസർ എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടുന്ന സാഹചര്യം നമുക്കുണ്ട്. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ പലരും ചോദിക്കുന്ന ചോദ്യമാണ്, ഇതുവരെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് ഒരു വാഹനം ഒഴിച്ചു പോകുന്നത് കണ്ടിട്ടില്ലല്ലോ എന്നാണ്. തീർച്ചയായിട്ടും എൻ്റെ ഒരു കാഴ്ച പരിമിതി കാരണം ആ ഒരു ഭാഗ്യം എനിക്കില്ല. പകരം പലപ്പോഴും നിങ്ങൾ കാണുന്നത് തന്നെ കോ പാസഞ്ചർ സീറ്റിലാണ് നിങ്ങൾ പലപ്പോഴും കാണുക. അപ്പോൾ പല വാഹനങ്ങളുടെയും എല്ലാ വാഹനങ്ങളും നമ്മൾ സ്വന്തം വാഹനം പോലെ കണ്ടിട്ടാണ് പലർക്കും ആ വാഹനങ്ങൾക്കുള്ള അനുയോജ്യമായ ആക്സസറീസ് ആയാലും മറ്റുള്ള സർവീസ് എല്ലാം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. പലർക്കും അറിയില്ല നമുക്കൊരു ഇഷ്യൂ ഉണ്ടെന്നുള്ളത്. കാരണം പല വാഹനങ്ങളുടെ സ്പെക്കുകൾ പറയുമ്പോഴായാലും ശരിയെല്ലാം നമ്മൾ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളാണെന്നില്ലാണ് പലരും നമ്മൾ പറയാറുള്ളത്. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു യൂസർ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ അനുഭവങ്ങളാണ് എൻ്റെ അനുഭവം എന്ന രീതിയിലാണ് നമ്മൾ ഉൾക്കൊള്ളാറുള്ളത്. സോ ഇന്ന് നിങ്ങളെ മുന്നിലെത്തിയത് ഒരു 3 വർഷം മുന്നേ എനിക്ക് വന്ന എൻ്റെ കസ്റ്റമർ എനിക്ക് തന്ന ഒരു തോട്ടിനെ കുറിച്ച് പറയാനും ഇന്ന് എൻ്റെ വാഹനങ്ങളെ കുറിച്ച് പറയാനുമാണ്. കാരണം ഒരു 3 വർഷം മുന്നേ നമ്മുടെ സ്ഥാപനത്തിൽ നിന്നൊരു ജിജോ സാർ അദ്ദേഹത്തിൻ്റെ താറ് വർക്ക് ചെയ്ത് പോകുന്ന സമയത്ത് ഏകദേശം ഒരു വൈകിട്ട് ഒരു 7:30 ഉണ്ടാവും. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാറ് എൻ്റെ കൂടെ ഒന്ന് കേരി സെൻറ്റർ വരെ വന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ കയറിക്കോന്ന് പറഞ്ഞു. ഞാൻ കയറിയപ്പോൾ ചോദിച്ചു, അപ്പം എന്താ വണ്ടി ഇല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വണ്ടിയുണ്ട്, ബ്രദർ കുന്നോളത്തെ ഷോപ്പിലുണ്ട്, അവിടെ പോയിട്ടാണ് പോവുക, ഞാൻ വണ്ടി ഓടിക്കില്ല കാരണം എനിക്ക് കാഴ്ചയുടെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സാർ ഒന്ന് സ്റ്റെക്കായിട്ട് പറഞ്ഞു, ഓ അങ്ങനെയാണല്ലോ, അതിനെന്താ നിനക്കൊരു വണ്ടി എടുക്കാമല്ലോ, ഒരു ഡ്രൈവർ അയച്ചാൽ പോരെ, വണ്ടി മേടിക്കണം, ഓടിക്കാൻ കഴിയില്ല വെച്ചിട്ട് അങ്ങനെ വണ്ടി ഇല്ലാതിരിക്കേണ്ട ആവശ്യം, അങ്ങനെ യാത്രക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അന്നാണ് എൻ്റെ ഒരു പുവർ മൈൻഡ് സെറ്റിൽ ഒരു ഷിഫ്റ്റ് വന്നത്. കാരണം വീട്ടിൽ വണ്ടിയുണ്ട്, ബ്രദറുണ്ട്, ആവശ്യങ്ങൾക്ക് പോകാനൊക്കെ വണ്ടിയുണ്ട്, എന്നാൽ പോലും നമുക്കുണ്ടായിരുന്ന ഒരു സ്റ്റെക്ക് പോയിന്റ് ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് വണ്ടി വേണ്ടാന്ന് ചിന്തിച്ചൊരു കാര്യം അന്ന് ഞാൻ മറന്നു വെച്ചു. ഒരു ഫോർഡ് ഫിഗയാണ് നമ്മൾ ആദ്യം നമ്മുടെ ഒരു ആവശ്യം, ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തത്. നല്ലൊരു ക്ലീൻ വെഹിക്കിൾ ആയിരുന്നു ഇത്. നമ്മൾ പർച്ചേസ് ചെയ്തത് നമ്മുടെ സുഹൃത്തും റിയലും അതുപോലെ തന്നെ റാഷിക്കെല്ലാം നടത്തുന്ന US കാസ് എന്ന യൂസ് കാർ ഷോറൂമിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത്. നല്ല മികച്ച വാഹനമാണ്, നമുക്ക് പരിചയമുണ്ടായിരുന്ന വാഹനം തന്നെയായിരുന്നു. അങ്ങനെ ഈ വാഹനം എനിക്ക് എന്നോടൊപ്പം ഈ തേരാളികളായിട്ട് എൻ്റെ സുഹൃത്തുക്കളും നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് ഈ വാഹനം നമുക്ക് കൊണ്ടുനടക്കാനൊക്കെ നമ്മൾ സഹായിക്കുന്നത്. ഈ വാഹനം നല്ലൊരു വാഹനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് അന്ന് ആ വാഹനം മേടിച്ചതും നമ്മൾ വാഹനം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ നമ്മളൊരു പുതിയ സ്പെക്ക് സ്കോഡ ഒക്ടാവിയയുടെ ഫസ്റ്റ് ജനറേഷൻ വാഹനം നമ്മുടെ സുഹൃത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഒരു ക്ലീൻ സ്പെക്കാണ് എന്നതുകൊണ്ട് തന്നെ ഈ വാഹനം ഒന്ന് മാറ്റി പിടിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ പല സമയത്തും 2010 നമ്മൾ ആക്സസറീസ് ഷോറൂം തുടങ്ങുന്ന സമയത്ത് അന്നത്തെ നമ്മുടെ കൺമുന്നിൽ വരുന്ന ഒരു നല്ല വാഹനത്തിൽ നമ്മൾ പലപ്പോഴും നോക്കി കണ്ടിരുന്ന വാഹനം തന്നെയാണ് സ്കോഡ ഒക്ടാവിയ. ഇതിൻ്റെ ബിഗർ സൈസ് ആയാലും ഇതിൻ്റെ ഇന്റീരിയർ സ്പേസ് ആയാലും വാഹനത്തിൻ്റെ ഓവറോൾ ലുക്സ് ആയാലും അന്ന് നമ്മളെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു എൻജിൻ സ്പെക്ക് ആയാലും അതിൻ്റെ റിഫൈൻമെൻറ്റും എല്ലാം കൊണ്ടും തന്നെ ഈ വാഹനം ഒരു മികച്ച വാഹനമാണ് എന്നതുകൊണ്ട് തന്നെയാണ് നമ്മളൊന്ന് ഈ വാഹനം നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ ഒന്ന് മാറ്റി ഉപയോഗിച്ച് നോക്കാം എന്നൊരു രീതിയിലേക്ക് വന്നത്. ആക്ച്വലി ഇതൊരു ഡ്രൈവേഴ്സ് കാറാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും ഈ വാഹനത്തിൽ യാത്ര ചെയ്യാനൊക്കെ വളരെ സുഖമാണ്. എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ഒരു ലോങ് റൈഡ് പോയതിനു ശേഷമാണ് ഈ വാഹനം നമ്മൾ പർച്ചേസ് ചെയ്യാമെന്ന് ആലോചിച്ചത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ സ്പെക്കുകളെ ഒന്ന് പരിചയപ്പെടുത്താം. വളരെ പ്രൊഫൈലിംഗ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് ഗ്രിൽ ഏരിയയും അതുപോലെ ലൈറ്റ്സും അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഫോഗ് ലാമ്പൊക്കെ ഹെഡ്ലൈറ്റിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ അലൈൻമെൻ്റൊക്കെ. വളരെ താഴ്ന്ന ഒരു ബോണറ്റിംഗ് ആണ്, വലിയൊരു ബോണറ്റ് സ്പേസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വാഹനത്തിൻ്റെ പ്രധാന ആകർഷണം ഈ ഒരു ലോ പ്രൊഫൈലിംഗ് തന്നെയാണ്. പലപ്പോഴും BM അതുപോലെയുള്ള വാഹനങ്ങളൊപ്പം ലുക്സിലായ ഒരു മാറ്റി നിർത്തപ്പെടുന്ന വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ മികച്ച രീതിയിൽ നമുക്ക് വളരെ അട്രാക്റ്റീവായ ഒരു റോഡ് പ്രസൻസ് ഉള്ള വാഹനം തന്നെയാണ്. വലിയൊരു എൻജിൻ ബേ ഏരിയ ആണ്, നമുക്ക് വളരെ റിഫൈൻഡ് എഞ്ചിനാണ്. 1.9 ലിറ്ററിലെ വളരെ പവർഫുൾ ആയിട്ടുള്ള ടർബോ ഡീസൽ എഞ്ചിനാണ് ഇതിനകത്തുള്ളത്. നല്ല റിഫൈൻമെൻ്റ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. മാത്രമല്ല നല്ല മൈലേജും ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു എഞ്ചിൻ സ്പെക്ക് പറയുകയാണെങ്കിൽ. ഒപ്പം സസ്പെൻഷൻ ആയിക്കോട്ടെ മറ്റു കാര്യങ്ങൾ വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് സ്റ്റെബിലിറ്റി എല്ലാം തന്നെ വളരെ പെർഫെക്റ്റ് ആണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇത്രയും പഴക്കമായിട്ട് പോലും ഈ വാഹനം നമുക്കിപ്പോഴും നല്ല ഉപയോഗിച്ച എല്ലാവരും ഒന്ന് വണ്ടി ഓടിച്ചു നോക്കി എല്ലാവരും പറഞ്ഞത് നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ് നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളതെന്നാണ്. പിന്നെ ഒരു വലിയ ഡിക്കേരിയാണ് പലരും അതിശയിച്ചു പോയിട്ടുണ്ട് ആദ്യ കാലഘട്ടത്തിലൊക്കെ.
കേട്ടോ ഒരുപാട് സ്പേസ് ഉണ്ട്, നമുക്ക് എന്തും സ്റ്റോറി വെക്കാം. വലിയ ഡിക്ക് ഗ്ലാസ് എല്ലാം തന്നെ ഓപ്പൺ ആകുന്നൊരു നല്ല മോഡലാണ്. അന്നൊക്കെ നമുക്ക് 2007 കാണുമ്പോൾ പല കൗതുകമായി തോന്നിയിരുന്നെങ്കിലും ഇന്നും ഇത്ര സ്പേസുള്ള വാഹനം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും സംശയമാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഈ പഴയ വാഹനം കുറിച്ച് പറയാൻ എന്താ ഇത്ര മാത്രം ഉണ്ടെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. കാരണം പുതിയ വാഹനങ്ങൾ ഒരുപാട് ഉണ്ടല്ലോ പറയാൻ. അപ്പോൾ നമ്മൾ ഇന്നിത് പറയുന്നത് നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഈ വാഹനം നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഈ പാസഞ്ചർ സീറ്റിൽ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. കാരണം ഡ്രൈവ് സീറ്റിലല്ല ഞാൻ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ തന്നെ ഇരുന്ന് ഞാൻ സംസാരിക്കുന്നത്. വളരെ ലെഗ് സ്പേസ് ആയാലും വാഹനത്തിൻ്റെ ക്യാബിൻ സൈസ് ആയാലും നല്ല മികച്ച പ്രൊഫൈലിംഗ് ആണ്. നമുക്ക് ഫാമിലി ആയിട്ടായാലും പോകുമ്പോഴൊന്നും യാതൊരു തടസ്സങ്ങളില്ലാത്ത രീതിയിൽ നല്ല ഡ്രൈവ് കംഫർട്ടുള്ള ഒരു ലോങ് റൈഡ് പോകുമ്പോൾ പോലും നമുക്കൊരു അസ്വസ്ഥത ക്ഷീണം ഫീൽ ചെയ്യാത്ത വാഹനമാണ്. ഞാൻ അത്യാവശ്യം ലോങ് റൈഡ് മുകളിൽ പോയി കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല 2007 ഇന്നും മാരുതി വാഹനങ്ങളില്ലാത്ത അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളില്ലാത്ത പല ഫീച്ചേഴ്സും ഇതിനുണ്ടെന്ന് പറയേണ്ടി വരും. കാരണം മാനുവലി അഡ്ജസ്റ്റബിൾ ആവുന്ന സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം തന്നെ ഇതിൽ 2007 ഉണ്ട് എന്നുള്ളത് വളരെ രസകരമായ ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ വാഹനത്തിൽ നമുക്ക് ലംബ സപ്പോർട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സീറ്റിനകത്ത് നമുക്ക് ലംബ സപ്പോർട്ട് ആഡ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ വളരെ മികച്ച സ്കോഡ വാഹനം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ബോഡി വെയിറ്റ് നല്ല കൺസേൺ ആയിട്ടുള്ള ബോഡി വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡോസ് എല്ലാം തന്നെ വളരെ ഓഡിയോ ഒക്കെ എല്ലാം നല്ല നല്ല പെർഫോമിംഗ് ആയിട്ടാണ്. നമുക്ക് എൻഹാൻസ്മെന്റ് നല്ല രീതിയിൽ നമുക്ക് എഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മളിതൊരു മൊത്തത്തിലൊരു മേക്ക് ഓവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇന്ന് കാണുന്ന ഈ അപ്പോൾസ്റ്ററി എല്ലാം തന്നെ ഡാമേജിനാണ്. ഇതെല്ലാം ഒരു മേക്ക് ഓവർ ചെയ്തുകൊണ്ട് മികച്ചൊരു നമ്മുടെ എക്സ്ക്ലൂസീവ് സീറ്റ് കവേഴ്സും അതുപോലെ തന്നെ ഓഡിയോ അപ്ഗ്രേഡും എല്ലാം തന്നെ ചെയ്തുകൊണ്ട് വാഹനം ഒരു മികച്ച രീതിയിൽ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഈ വാഹനത്തിലുള്ള ഫീച്ചേഴ്സിനും ഈ വാഹനത്തെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഒപ്പം ഇത്തരത്തിലുള്ള ഒരു ലെജൻഡറി വാഹനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ ചെറിയൊരു വാഹന വിശേഷമാണ്. വലിയൊരു വാഹന വിശേഷമായിട്ട് കാണാൻ കഴിയില്ല. അപ്പോൾ പലരും സംശയങ്ങളും ഇതിലൂടെ ഞാൻ തീർത്തും തോന്നുന്നു. എന്തുകൊണ്ടാണ് എപ്പോഴും പാസഞ്ചർ സീറ്റിൽ ഗമ പിടിച്ചിരിക്കുന്നത്, ഡ്രൈവർ സീറ്റിൽ കാണാറില്ല എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനൊക്കെ തമാശ രീതിയിൽ അതങ്ങനെ മതിയല്ലോ എന്ന് പറയാറാണ്. കാരണം സഹിതം ഞാൻ പറയാറില്ല. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം, ഷെയർ ചെയ്തു മാത്രം. അതൊരു പേഴ്സണൽ സ്റ്റോറി ആയിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഈ വാഹനം മോഡിഫൈ ചെയ്ത് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.